ഉക്രൈൻ റഷ്യ സംഘർഷത്തിനിടയിൽ ഉക്രൈനിലെ നിരവധിയായ കുട്ടികളെ റഷ്യ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ റഷ്യക്കെതിരെ പടച്ചുവിടുകയാണ് മാധ്യമങ്ങൾ. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഉക്രൈൻ നടത്തുന്ന നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് തന്നെയാണ്. റഷ്യക്ക് ഭീഷണിയാകുന്ന രീതിയിൽ റഷ്യ തിരിച്ചടിക്കുമ്പോൾ അവിടെ ഇരവാദം ഉന്നയിക്കുകയാണ് ഉക്രൈൻ്റെ പ്രധാന ലക്ഷ്യം. ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ പ്രധാന ആവാസ വ്യവസ്ഥിതിയെയും നശിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാർക്കീവിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പോരാട്ടം അത് ഉക്രൈനെ നിലംപരിശാക്കുമോ എന്നുള്ള ഭയത്തിലാണ് വ്ളോഡിമിർ സെലൻസ്കി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇവിടെയാണ് റഷ്യയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടാനോ അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഉക്രൈൻ്റെ കൂടെ നിന്ന് ഇരവാദം ഉന്നയിക്കുന്ന വിഷയം പറയാനോ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. പാലസ്തീനിൽ പ്രത്യേകിച്ചും അവിടെ ഗാസ മുനമ്പിൽ നടക്കുന്ന നിരവധിയായിട്ടുള്ള വംശഹത്യ, അതിനെക്കുറിച്ച് എന്ത് കാര്യമാണ് അമേരിക്കയ്ക്ക് പറയാനുള്ളത്? ഇസ്രായേൽ നടത്തുന്ന ക്രൂരകൃത്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടാനില്ല. ഇസ്രായേലിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയുള്ള ട്രംപിനോ അമേരിക്കയ്ക്കോ ഈ വിഷയത്തിൽ ഒരു രീതിയിലും ഉക്രൈൻ്റെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ യാതൊരു അവകാശമില്ല. നിങ്ങൾ ഉക്രൈൻ്റെ പക്ഷം ചേർന്ന് ഞങ്ങൾക്കെതിരെ പോരാടുകയാണെങ്കിൽ അതൊന്ന് കാണട്ടെ, ഏതറ്റം വരെ പോകുമെന്നറിയാം. അതാണിപ്പോൾ വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനിൽ നിന്നും വളരെ വൈകാതെ തന്നെ ഫ്രാൻസ്, ആ രാജ്യം യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പിൻവാങ്ങും. അതിനുവേണ്ടിയുള്ള ചരടുവലികളാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ നടത്തുന്നത്. കാരണം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും സഹായമില്ലാതെ അവർക്ക് റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനോ ഒന്ന് നടുനിവർത്താനോ കഴിയില്ല. വ്ളോഡിമിർ സെലൻസ്കിയൊക്കെ അടിച്ച് നിലംപരിശാക്കാൻ അധിക സമയമൊന്നും പുടിന് വേണ്ട. പുടിൻ ഒരു മയത്തിലാണ് ഇപ്പോഴും പോരാട്ടം നടത്തുന്നത്. റഷ്യയുടെ യഥാർത്ഥ ശക്തമായ ആ ഒരു പോരാട്ട വീര്യം എടുത്താൽ ഉക്രൈൻ ബാക്കി ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്രയധികം സാമ്പത്തിക സഹായവും ആയുധ സഹായവും യൂറോപ്യൻ യൂണിയനോ അമേരിക്കയും നൽകിയിട്ടും ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നില്ല. അത്രയേറെ ശക്തമാണ് റഷ്യയുടെ സംവിധാനങ്ങൾ. റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നാലും റഷ്യയുടെ ഡിഫൻസ് സംവിധാനമായിരുന്നാലും അത്രയേറെ ഷാർപ്പും ക്ലിയറുമാണ്. റഷ്യ ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടമാണ്. അതിനിടയിലാണ് റഷ്യയുടെ എണ്ണ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ പുതിയ അർത്ഥതലങ്ങളിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. അതായത് റഷ്യയെ തകർത്ത് കളയാം സാമ്പത്തികപരമായി, അതോടുകൂടി അവർ കീഴടങ്ങിക്കോളും എന്ന് വിചാരിക്കുന്ന അമേരിക്കയുടെ പൊട്ടത്തരമാണ് ഇപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത്. റഷ്യയെയും ഇറാനെയും അങ്ങനെ തകർത്ത് കളയാനുള്ള അമേരിക്കയുടെ നീക്കം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്ന് ആലോചിക്കണം, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ, അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ രാജ്യം ബുദ്ധിമുട്ടണം. അതെന്ത് പരിപാടി? അതേത് മുട്ടിൽമേൽ ന്യായം? അതൊന്നും നടക്കില്ല. ട്രംപ് വിചാരിക്കുന്ന ലോക പോലീസാണ്, മനസ്സിലുള്ളതെല്ലാം നടപ്പിലാക്കി കളയാമെന്നാണ്. അത് പണ്ടായിരുന്നു. ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ റഷ്യ വിചാരിച്ചാൽ നടക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.